ഹലോ ഗൈസ്, അപ്പോൾ കപ്പ് ആർക്ക് കിട്ടുമെന്നുള്ള ആകാംക്ഷയോട് കൂടി എല്ലാവരും വളരെയധികം വെയിറ്റിങ്ങിലായിരുന്നു അല്ലേ. ഏതായാലും ലാലേട്ടനെ ബി ഹൗസിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അനുമോളും അനീഷേട്ടനും മാത്രമാണ് അവിടെ ബാക്കിയായിട്ട് നിൽക്കുന്നത്. അഞ്ചാമത് എവിക്റ്റായി പോയത്, അതായത് ടോപ്പ് 5-ൽ നിന്നും ആദ്യം എവിക്റ്റായത് അക്ബർ ആയിരുന്നു. ശേഷം ടോപ്പ് 4-ൽ നിന്നും നിവിൻ ഔട്ടായി. അതിനുശേഷം ടോപ്പ് 3-ൽ നിന്ന് ഷാനവാസ് ഔട്ടായി. അങ്ങനെ ലാസ്റ്റ് വന്ന കണ്ടസ്റ്റൻസ് ആണ് അനുമോളും അനീഷേട്ടനും. അവരുടെ കൈ പിടിച്ച് ഇറക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ലാലേട്ടൻ വന്നിട്ടുള്ളത്. അങ്ങനെ ആകാംക്ഷയോട് കൂടി എല്ലാവരും നോട്ടമിട്ടിരിക്കുന്ന ആ ഒരു മൊമെൻറ്റിലായിരുന്നു. അങ്ങനെ അനീഷേട്ടൻ്റെയും അനുമോളുടെയും വോട്ട് സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു. ഉയർന്നും താന്നും അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ലാലേട്ടൻ പറഞ്ഞു 0-ൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടായിരുന്നു വോട്ടിങ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ബിഗ് ബോസ് ഞങ്ങളങ്ങനെ മുൻമുനയിൽ നിർത്തലേ എന്ന് പറഞ്ഞു. പിന്നെയും വോട്ടിങ് തുടങ്ങി കാണിച്ചുകൊണ്ടിരുന്നു. പിന്നെ സെയിം ആയിട്ട് വന്നു രണ്ടാമതും. അപ്പോൾ ലാലേട്ടൻ ബിഗ് ബോസിനോട് സ്റ്റോപ്പ് ബിഗ് ബോസ് എന്ന് പറഞ്ഞു. അങ്ങനെ നിർത്തിച്ചു വോട്ടിംഗ് കൗണ്ട്. അങ്ങനെ ഇനി ഞാൻ ഏറ്റെടുക്കുകയാണ്, എൻ്റെ അധികാരത്തിലാണ് വിന്നറിനെ ഞാൻ അധികാരം എടുക്കുകയാണ്, വിന്നറിനെ ഞാൻ അനൗൺസ് ചെയ്യാമെന്ന് ലാലേട്ടൻ പറഞ്ഞു. പെട്ടെന്നാണ് അനുമോളുടെ കൈ പിടിച്ച് ലാലേട്ടൻ വിന്നർ എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തിയത്. പിന്നെ അവിടെ നടന്നത് സമ്മാന വിതരണങ്ങളായിരുന്നു. അനുമോൾക്ക് കീ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ 50 ലക്ഷമാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ 42 ലക്ഷത്തി എത്രയോ ആയിട്ടുള്ള കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി 50 ലക്ഷത്തിൻ്റെ ബാക്കി മണി വീക്കിൽ തന്നതാണ്, അതിൻ്റെ ബാക്കിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അനുമോൾക്ക് ട്രോഫിയും കൈമാറ്റം ചെയ്തു കൊടുത്തു. അങ്ങനെ അതോടുകൂടി നമ്മുടെ സീസൺ 7 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, താങ്ക് യു.